അസ്സലാമു അലൈക്കും. മൂന്നാറിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് തന്നെ അവിടെ നിന്ന് തിരിക്കുമായിരുന്നു, അതായത് മൂന്നാമത്തെ ദിവസം. അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ടീ മ്യൂസിയം കാണാനായിട്ട് പോയിരുന്നു. അവിടെയാണ് ഈ ഫോട്ടോസ് എടുത്തത്. കുറച്ച് സ്ഥലങ്ങളുണ്ട്, പിന്നെ അതിനകത്ത് ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇരവികുളം നാഷണൽ പാർക്കിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ വന്ന് വണ്ടിയൊക്കെ ഒതുക്കിയതിന് ശേഷം അവിടെ ടിക്കറ്റ് എടുത്ത് അതിനകത്തോട്ട് കയറാനായിട്ട് നിൽക്കുമായിരുന്നു. അതിനകത്ത് കയറി കുറച്ച് അതിനകത്ത് നടക്കാനും കുറച്ചൊക്കെ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ബസ് വരും. ആ ബസ് വന്ന് അതിൽ കയറി നമ്മൾ രാജമലയിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് കുറേ ഉള്ളിലോട്ട് പോകണമല്ലോ, അപ്പോൾ കുറച്ച് സമയം അതിൽ ട്രാവൽ ചെയ്യാം. നല്ല രസമായിരുന്നു. കാറ്റും ഒക്കെ നല്ല തണുപ്പായിരുന്നു. മുകളിലോട്ട് കയറി തണുപ്പായിരുന്നു. പക്ഷേ വെയിൽ പോലെ ഒരു ഇതുണ്ടെങ്കിലും തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുമ്പോൾ അടുത്ത താഴോട്ടുള്ള ആ തേയിലത്തോട്ടത്തിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റോഡ് ചെറിയ റോഡാണ്. രണ്ട് ബസ്സൊക്കെ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അങ്ങനെയുള്ള ഇതാണ്. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് ഇത് ആ സൈഡിൽ നിന്നൊരു ബസ് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ബസ്സിൽ ഇരുന്ന് അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് രാജമലയുടെ കുറേ മുകളിലോട്ട് കയറി പോകണം. അതിൻ്റെ ഏറ്റവും ടോപ്പിലൊന്നും നമ്മൾ പോയില്ലായിരുന്നു. പിള്ളേർ 2 പേർക്കും ഒരു ബുദ്ധിമുട്ടായി. നടപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും മതിയായി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് എല്ലാം കണ്ട് തിരിച്ചു പോകുന്നതാണ്. പക്ഷേ വളരെ മനോഹരമായിരുന്ന ഒരു യാത്രയായിരുന്നു മൂന്നാർ ട്രിപ്പ്. അപ്പോൾ ഇനി ഇതുപോലെ 2-3 ദിവസമുള്ള ഒരു കറങ്ങാൻ പോക്കൊക്കെ നമ്മൾ ഒരു അടുത്ത ഇനി വെക്കേഷൻ ആകുമ്പോഴേ പോകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിടാം. അപ്പോൾ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ ലാസ്റ്റ് ദിവസമായപ്പോൾ കുറേ വിട്ടു, അങ്ങനെ എടുത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ തന്നെ ഫ്രണ്ട് സൈഡിലോട്ടൊക്കെ കുറേ ഇങ്ങനെ അവിടുത്തെ മല ആടുകൾ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൽ തൊടാനൊന്നും പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. എങ്കിലും അടുത്തോട്ടൊക്കെ വന്നപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഇതായി കണ്ടു നോക്കി, അങ്ങനെയൊക്കെ നിന്നു. കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ ഒരു ടെൻറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് അവിടെ നിന്നിട്ട് വ്യൂസൊക്കെ നന്നായിട്ട് കിട്ടി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പിന്നെ അവിടെ തന്നെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴെയാണ് ബസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്നാണ് കയറേണ്ടത്. ഇതിൻ്റെ മുകളിൽ കുറേ മുകളിലോട്ട് പോകണം. കുറച്ചൊക്കെ നമ്മൾ നടന്നു. പിന്നെ കുറച്ചായപ്പോഴത്തേക്കും നമ്മൾ പിന്നെ തിരിച്ചിറങ്ങി. ഇതിപ്പം നമ്മൾ ടെൻറ്റ് പറഞ്ഞില്ലേ, ടെൻറ്റിൻ്റെ മുകളിൽ ആ സൈഡിലോട്ട് നിൽക്കുമ്പോൾ ആ മുകൾ ഭാഗം സൈഡ് താഴത്തെ വ്യൂ ഒക്കെ കിട്ടും. ഇത് എൻ്റെ മോൻ അവിടെ പോയി നോക്കിയിട്ട് മാനിനെ കണ്ടപ്പോൾ ആടിനെയൊക്കെ കണ്ടിട്ടേ അവിടെ നിന്ന് നോക്കി തിരിച്ചിറങ്ങി നിൽക്കുവാണ്. ഇതുപോലെ കുറേ ഇങ്ങനെ നമ്മൾ ചുറ്റി കയറി പോകണം മുകളിലോട്ട്. അതുപോലെ ചുറ്റി വരുന്ന റോഡ് തന്നെയായിരുന്നു നമ്മൾ ബസ്സിൽ വന്നതും അതേ റോഡ് തന്നെയാണ്. അങ്ങനെ അവിടെയൊക്കെ കണ്ടതിന് ശേഷം അവിടെ നമ്മൾ പിന്നെ താഴെ ഇറങ്ങി വന്നിട്ട് മെയിൻ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെയാണ് അവിടെ കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട്. കേക്ക് അങ്ങനെയൊക്കെ ഉള്ള ഹോം മെയ്ഡ് സാധനങ്ങൾ, ചോക്ലേറ്റ്സ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മൾ കോഫിയൊക്കെ കുടിച്ച് കേക്കും ഒക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ടാണ് യാത്ര ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് തിരികെ വരുമ്പോൾ നമ്മളിവിടെ നിന്ന് പോയ ഒരു സന്തോഷമൊക്കെ പോയി. അങ്ങനെ തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. തിരിച്ച് വരുന്ന വഴിയിൽ നമ്മുടെ പുതിയ റോഡാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതായത് ഈ തേയിലത്തോട്ടത്തിൻ്റെ അവിടെയുള്ള വ്യൂ ഒക്കെ കാണാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് തിരിക്കുകയായിരുന്നു.
അങ്ങനെ തിരിച്ച് വരുന്ന വഴി തന്നെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി അങ്ങനെ കറങ്ങി ഒക്കെ ലാസ്റ്റ് നമ്മൾ വീടെത്തിയപ്പോൾ രാത്രി 12 മണിയായി. അങ്ങനെ അന്നത്തെ ആ മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോസ് ഇടാം. എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.